ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് അവർ ചാനൽ. അപ്പം അന്ന് ഞാൻ പാതി അയൺ ഫാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് നമുക്ക് അതിൻ്റെ ഫുള്ളാക്കണം. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പം ഞാൻ കുറച്ച് ഒരു 36 ഗ്ലാസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ബ്രീഡ് ഉണ്ടാക്കിയായിരുന്നു കേട്ടോ. അപ്പോൾ ബ്രീഡിലേക്കുള്ള ഇത് സെറ്റാക്കണം. ബ്രീഡറിലേക്കുള്ള വില്ലേജേഴ്സിന് സെറ്റാക്കണം. നമുക്ക് പിന്നെ ഗ്രാവൽ വേണം, വർക്കിംഗ് ഒക്കെ രാവിലെ വെച്ചുകൊണ്ട് സാധനം ഉണ്ടാവും. ഫോൺ കിട്ടി, അവനെ ടൈം ആക്കാൻ പറ്റി നോക്കാം. പക്ഷേ ഓടല്ലേ ടൈമായി ടൈമായി. ഒരു പട്ടീനെ കിട്ടി. നമുക്ക് ഇതിനെ കൊണ്ട് വീട്ടിലോട്ട് വേണ്ട. ഞാൻ നയൻ സമയത്തേക്ക് ഗ്ലാസ് ഒക്കെ ഒന്ന് സെറ്റ് ചെയ്തോട്ട് ഞാൻ എന്താ വരുന്നു. ഇനി നമുക്ക് ഗ്ലാസ് ഇവിടെ ഓരോന്നും എടുത്തിട്ട് വെക്കാം. ആദ്യം നമുക്ക് ഈ സൈഡ് വന്നിട്ട് ഇവിടെ രണ്ടെണ്ണം മേളിലോട്ട്, മേളിലോട്ട്, അതേപോലെ ഇവിടെ രണ്ടെണ്ണം, ഇവിടെ രണ്ടെണ്ണം. ഇതേപോലെ സ്ഥലത്ത് ഇതേപോലെ വയ്ക്കണം. ഇനി നമുക്ക് ഫ്ലെക്സിബിൾ ടേബിൾ ആകണം. ഫ്ലെക്സിബിൾ ടേബിൾ ഉണ്ടാക്കാൻ വേണ്ടി ഗ്രാവൽ എന്തിനാ വെച്ചാൽ ഫ്ലെക്സിബിൾ ടേബിൾ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ഫ്ലിന്റ് വേണം. ലാൻഡ് സ്റ്റീലും പിന്നെ സ്റ്റീലല്ല, ഫ്ലിന്റ് ഉണ്ടാക്കണം. അപ്പൊ ആ ഫ്ലിന്റ് നമുക്ക് ഇവിടെ നിന്ന് മൈൻ ചെയ്ത് തരുന്നു. 27 കുട്ടികൾ വേണം. 44 നമുക്ക് കിട്ടി. എക്സ്ട്രാ 4 ഞാൻ ഒരു സേഫ്റ്റി എടുത്താണ്. ഇനി മുഴുവൻ ഞാൻ ഫ്ലിന്റ് ആക്കും. 42. ഇതിന് 2 ഉണ്ടാക്കിയത് എന്റെ ഫ്യൂച്ചറുണ്ടല്ലോ, എല്ലാവരും പറയാം ഫ്യൂച്ചറില്. അപ്പൊ അതിനോടിക്കാണ് കേട്ടോ. ഇനി നമുക്ക് ഇത് ചെയ്യുന്ന ഫ്ലെക്സിബിൾ ടേബിൾ ആണ്. ഇത് ഒരു ഫ്ലെക്സിബിൾ ടേബിൾ നമുക്ക് ഉണ്ടാക്കി. ഇത് നമ്മുടെ സമയം കൊണ്ടുവന്ന് ക്ഷണിക്കണം. മാത്രമല്ല ഇപ്പൊ വീട് കയറി നോക്കിയായിരുന്നു. ഇതിനകത്ത് ഒരു ലേജറേ ഉള്ളൂടാ. അത് ഒന്നുകൂടി വേണം. പക്ഷേ അതെന്താ ഒരു ലേജറായിപ്പോ? ഇനിയിപ്പോ നമ്മളെ വില്ലേജിലൊന്നുമില്ലേ ഒരു ഫാർമർ? അവന്റെ ജോബ് കാണുന്നില്ലായിരുന്നു. ചിലപ്പം അവൻ അവന്റെ ലിങ്കിങ് അവർക്ക് മാറിക്കാണെങ്കിലും ഇത്രയും കൂടി അവരുടെ ലിങ്ക് മാറേണ്ടി വരുന്നു. പിന്നെ അതെന്ത് പറ്റി കാണും? ഇരുപത് ഫ്ലെക്സിബിൾ ടേബിൾ ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെ 2 ഗ്രേവേഴ്സിനെ കൊണ്ടുവേണ്ടി ബ്രെഡ് ബ്രീഡ് ചെയ്യുന്നു. ഇവിടെ ഞാൻ മറ്റേ ചെറിയ വീട്ട് ഫാം ഉണ്ടാക്കാൻ പറഞ്ഞു. നോക്കാൻ ശ്രമിക്കാം. പിന്നെ ഞാൻ ഉണ്ടാക്കിയില്ലെന്ന് പറഞ്ഞില്ല. ഫോറസ്റ്റ് റെഡി. ഞാനിപ്പോ ഒരു 2 വില്ലേജസിനെ എങ്ങനെയൊക്കെ ഒപ്പിച്ചിട്ട് എന്താ വരണം. ഇങ്ങനെ ഞാൻ വെക്കുന്നതിന്റെ കാരണം എന്ന് വെച്ചാൽ ഇത് കാണാൻ ലുക്ക് കിട്ടും. അതെ, ഇവിടെ കൂടി ചെയ്യാ മതി. ഓക്കെ, ഇവിടെ നമുക്ക് കുറച്ച് കുറച്ച് സീഡ്സ് ഉണ്ടായിക്കോട്ടെ. ഓക്കെ, നമ്മുടെ ഏകദേശം ഒരു 33 കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ ഓരോന്നോരോന്നായിട്ട് നമുക്കിവിടെ നട്ടു. എല്ലാം ചെറിയ കാനിലാൻഡ് ആയിട്ടുണ്ട്. ഇത് ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും കൊണ്ടുപോകും. ഇപ്പോഴേ നമുക്ക് മതി. ഇനി നമുക്ക് ഒന്ന് വലുതായിട്ട് ആവട്ടെ. ഇനി നമുക്ക് നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള റെയിലാണ് ഉണ്ടാവുന്നത്. എൻ്റെ ഒരു നട്ട സ്ക്രൂസ് ആണ് കേട്ടോ. അത് ഞാൻ പൊട്ടിച്ച് ഇപ്പൊ ഒരു സ്റ്റാക്ക് 4 സ്ക്രൂസ് കിട്ടിയിട്ടുണ്ട്. ഇനി എനിക്ക് മരത്തിന്റെ പേരിൽ ഒരു ക്ഷാമം ഇല്ല. ഓക്കെ, നമ്മുടെ റെയില് ഇതിനെ നടക്കത്തില്ലെന്നാണ് നമുക്ക് നോക്കാം.
ഇതാണ് അയ്യോ ഒരെണ്ണം ഉണ്ടാക്കും 16 ഉണ്ടാക്കാൻ പറ്റുമോ ഷടാ വെയില് വേണ്ടിയിരുന്നു നമുക്ക് ആ ബോട്ടി വലിച്ചേറ്റിക്കൊണ്ട് പോയാൽ മതിയായിരുന്നു ശരിക്കും സാധനം നോക്കണ്ട ഇപ്പൊ അതിനെ കുറിച്ച് സംസാരിക്കില്ല അതൊക്കെ ഫ്യൂച്ചറിലെ കാര്യം നമ്മുടെ കളിയിലോട്ടാണ് നമുക്ക് ആ റൂമിൽ ഞാൻ ഇവന്മാർ വരാത്തോണ്ട് ഞാൻ എന്റെ കയ്യിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നൊരു പട്ടിക ഉണ്ടായിരുന്നു അപ്പൊ ഒരിക്കൽ വന്ന് പക്ഷെ ഞാൻ ഇവിടെ രണ്ടിടത്തും ബ്ലോക്ക് ഇല്ലാത്ത കാരണം വന്നവൻ പയ്യെ പയ്യെ നെയ്യ് ഈ സൈഡിലോട്ട് പോയി ഇവിടെ ഒന്ന് അവൻ താഴോട്ട് അടിച്ചു പിന്നെ ഞാൻ എനിക്ക് അറിയാത്തോണ്ട് ഞാൻ അവനെ അടിച്ചു പോയി പിന്നെ പറഞ്ഞിട്ട് പറയുന്നത് ഇവിടെ ബോട്ട് ലോകത്തില്ല ലോകം പൊട്ടിച്ച് ഇതാ ബോട്ട് എന്ന് പേര് അവിടെ വേറെ ബ്ലോക്ക് എടുത്ത് പോയത് ചെക്കൻ ബോട്ടിൽ എന്ന് പറഞ്ഞില്ല ബോട്ടിൽ കയറാ ബോട്ടിൽ കയറാ ബോട്ടിൽ കയറാ നല്ലൊരു ഒപ്പനില്ല ഇതെന്താ ബോട്ടിൽ കയറാത്തെന്താ ബോട്ടിനകത്ത് കയറുക കയറാ ബോട്ടിൽ ബോട്ട് ഇതെന്നെ കൊണ്ടിട്ടൊന്നുമില്ല ഇവൻ ബോട്ടിൽ കയറുന്നതില്ല അല്ല ഇവന് ഇതുവഴി ഓടാൻ പറ്റില്ലല്ലേ കുഞ്ഞും ബ്ലോക്കാണ് വളർത്തുന്നത് ഇവിടെ പ്ലേസ് വന്നിട്ട് ദേശത്ത് എന്ന കുറച്ച് വലിച്ചു നിർത്തപ്പെടുന്ന ഇവിടെ ബ്ലോക്ക് ചെയ്താൽ കാരണം ഇനി തീർത്തൊക്കെ സമയമൊന്ന് ആ എനിക്ക് വലിയതിനൊക്കെ അറിയാം ഇവിടെ എന്നിട്ട് സഫക്കേറ്റ് ആയി അവിടുത്തെ തീർന്നത് ഇവിടെ നിന്നുണ്ട് വേണം അടാ ഇവ എങ്ങനെ നോക്കിയിട്ടും പറ്റണല്ലോടാ ഇതൊക്കെ ചെയ്തിട്ട് പറ്റില്ലെങ്കിൽ നമ്മക്കെന്താ മാസ്റ്റർ പ്ലാനുകളൊക്കെ ഇങ്ങനെ ഇടായിരിക്കുന്നു ഇവിടെ വ്ളോഗം എടുക്കാം elevator lifting elevator lifting elevator lifting elevator lifting യെസ് ഗൈസ് നമ്മുടെ elevator lifting അതിനധികം വർക്കായിട്ടുണ്ട് ഇനി ഇവൻ എങ്ങനെയും അയൺ ഫാമിലോട്ട് എത്തിക്കണം ഞാൻ ആദ്യം ചെയ്തിട്ട് നിങ്ങളെ വിളിക്കാം ഇതാ വരണേ കാര്യം പറയാം ഞാൻ അവൻ ഇവിടെ വരെ കൊണ്ടുവന്നു സ്റ്റെപ്പ് ഉണ്ടാകാൻ കേൾപ്പില്ല റെയിലുണ്ടെന്ന് ചോദിക്കാൻ മതിയായിരുന്നു ഞാൻ ഇവിടുന്ന് ഞാൻ ചെറിയ ചത്തുപോയി പോട്ട് അവന്റെ ആത്മാവ് മാറ്റി ഇനിയിപ്പോ എനിക്ക് വേറെ വഴിയില്ല വേറെ അവസ്ഥയാണെങ്കിൽ അതെന്നെ കൊണ്ടുവരുന്നു ആ സ്പോണായാൽ മതിയായിരുന്നു പിന്നെ തിരിയിട്ട് ഞാൻ
രണ്ട് വില്ലേജറിൽ ഒരു വില്ലേജറിന് എന്റെ വാക്ക് അത് രണ്ടെണ്ണം എഴുതി 2 10 എഴുതി. പക്ഷെ എനിക്കിത് റിയൽ ടൈമിൽ എനിക്കിത് നല്ല സമയം എന്താണ് ഇത് തന്നെ ഞാൻ ഇപ്പം കുറച്ചു നേരമായി ഇവിടെ നോക്കിയ സ്വപ്ന എന്റെ വാക്ക് ഞാൻ ലജ്ജിച്ചിരിക്കുന്നു. ഇനിയിപ്പം നമുക്ക് നമ്മളെ 2 വില്ലേജിനെ കയറ്റാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഈ ഒരു വീടില്. കുഴപ്പമില്ല. ഈ വീഡിയോയിൽ ഞാൻ ഒരു ചെറിയൊരു ഇത് ഉണ്ടാക്കി. കണ്ട ബാറ്ററി അത്ര നേരം ഞാൻ കളിച്ചു. സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ ഇന്ന് പോയിട്ട് നാളെ ബൈ ബൈ.